ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. നമസ്കാരം. കേരളത്തിൽ BJP 3 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പറയുന്നത്. അത് തിരുവനന്തപുരത്തെ 2 സീറ്റുകളും 1 പാലക്കാടുമാണെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടില്ല. ചിലതിൽ 03 എന്നാണ് പറയുന്നത്. ചിലതിൽ 14 വരെ സീറ്റ് BJP കിട്ടും, 10 വരെ ഉറപ്പും 4 വരെ കൂടി കിട്ടാം എന്നാണ് പറഞ്ഞത്. ഇതേപോലെയാണ് CPM-ൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് 68 വരെ സീറ്റുകൾ LDF-ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിവിചിത്രമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തവണത്തെ ഇലക്ഷനിൽ 3 വലിയ ജില്ലകൾ UDF-നോടൊപ്പമാണ് എന്നുള്ളതാണ്. 3 വലിയ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 3 ജില്ലകൾ, അതിലൊന്ന് എറണാകുളമാണ്, അവിടെ 14 സീറ്റുകളുണ്ട്. മറ്റൊന്ന് മലപ്പുറമാണ്. മലപ്പുറത്ത് കഴിഞ്ഞാൽ കോഴിക്കോടാണ്. കോഴിക്കോട് 13 സീറ്റും മലപ്പുറത്ത് 16 സീറ്റും അതേപോലെ എറണാകുളത്ത് 14 സീറ്റും. അങ്ങനെ മൊത്തം 43 സീറ്റുകളിൽ മാക്സിമം പോയാൽ 3 സീറ്റുകൾ മാത്രമാണ് മാക്സിമം നഷ്ടപ്പെടാൻ പോകുന്നത്. മൊത്തത്തിൽ 43 സീറ്റുകളും കിട്ടാം. ഇത് തന്നെയാണ് UDF-ന്റെ ബേസ് അടിത്തറ എന്ന് പറയുന്നത്. ഈ 43 സീറ്റ് കഴിഞ്ഞാൽ 97 സീറ്റുകളിൽ ഒരു 60% സീറ്റുകൾ UDF-ന് നേടിക്കഴിഞ്ഞാൽ 60, 40, 100 സീറ്റുകൾ UDF-ന് കിട്ടുന്നു എന്ന് VD സതീശൻ പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാണ്. ഇപ്പോൾ വന്ന ട്രെൻഡുകളെല്ലാം നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോലെ ഒരു ട്രെൻഡല്ല. ഭരണവിരുദ്ധ വികാരം അതേപോലെ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ പീക്കിലാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് UDF-ലേക്ക് പോയിരിക്കുന്നു, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല കൊള്ളയിൽ വിശ്വാസികളായ ആളുകൾ ഒറ്റക്കെട്ടായി പോയിരിക്കുന്നു. പിണറായി സർക്കാരിനെതിരെയുള്ള ആഞ്ഞടിക്കുന്ന തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയനെതിരെയുള്ള 5 കേസുകൾ ഇങ്ങനെ ഒതുക്കിയ BJP ഒതുക്കുന്നതിൽ BJP-യിലെ സാധാരണ പ്രവർത്തകരും CPM-ലെ സാധാരണ പ്രവർത്തകരും ഭയങ്കര വിരോധത്തിലാണ് ഗവൺമെൻറ്റിനോട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിരോധത്തിലാണ്, കേരള ഗവൺമെൻറ് വിരോധത്തിലാണ്. അതായത് കേരള ഗവൺമെൻറ്റിനോട് CPM അണികൾക്കുള്ള വിരോധം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലെയുള്ള തട്ടിപ്പ് വീരനെ മുഖ്യമന്ത്രിയായി നിർത്തുന്നതിനുള്ള അതിരൂക്ഷമായ വിമർശനമാണ് അവർക്കുള്ളത്. അവർക്ക് പാർട്ടി നന്നാവണം, പാർട്ടി നശിക്കാൻ പാടില്ല, അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കണം, അതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര അതിലാണ് RMPയുടെ KK രമ, അതേപോലെ നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, അതേപോലെ തിരുവമ്പാടി, കുന്നമംഗലം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, നോർത്ത്, പിന്നെ ബേപ്പൂര്, ഇത്രയും മണ്ഡലങ്ങൾ, മൊത്തം എലത്തൂര് അടക്കമുള്ള ബാലുശ്ശേരി അടക്കമുള്ള 13 മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത്. ഇതിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF-ന് നഷ്ടപ്പെട്ടുള്ളത്. കോഴിക്കോട് സൗത്ത്, നോർത്തും എലത്തൂരും അതേപോലെ ബേപ്പൂരും. ബേപ്പൂരിൽ ഇന്ന് PV അൻവർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവർ പറഞ്ഞ എന്താ, ജയിച്ചില്ലെങ്കിൽ ഞാൻ തലമുണ്ടനം ചെയ്ത് ചുവടിൽ കാതിലും ധരിച്ച് കോഴിക്കോട് അങ്ങാടി കൂടെ നടക്കുമെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അത്രയും ആത്മവിശ്വാസമാണ് PV അൻവറിനെന്നുള്ളതാണ്. അപ്പോൾ 13 സീറ്റും കോഴിക്കോട് നേടും എന്നാണ് പറഞ്ഞത്. എലത്തൂരിൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത് UDF-നുള്ളത്, LDF-നുള്ളത്. ഇത്തവണ അത് വലിയ തോതിൽ, അതായത് ചുരുങ്ങിയത് 7000-8000 വോട്ടിന് അവിടെ അട്ടിമറി നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് 13 സീറ്റും പിടിച്ചടക്കുമ്പോൾ മലപ്പുറത്ത് 16 സീറ്റിൽ 2 സീറ്റുകൾക്ക് മാത്രമാണ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് തവന്നൂരും പൊന്നാനിയും. ഈ 2 സീറ്റും UDF പിടിച്ചെടുക്കുമെന്നുള്ളത് കൃത്യമായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം എറണാകുളം ജില്ലയിലെ 14 സീറ്റിൽ 2-3 സീറ്റുകൾ മാത്രമാണ് അവർക്ക് UDF-ന് പ്രശ്നമുള്ളതെന്ന് പറയുന്നത് LDF. ഒന്ന് നമ്മുടെ കളമശ്ശേരിയും, മറ്റൊന്ന് തൃപ്പൂണിത്തുറയും, മറ്റൊന്ന് കുന്നത്തുനാടുമാണ്. ഈ 3 സീറ്റും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെ മൊത്തം 43 സീറ്റും
നമ്മൾ 3 വിട്ടുകൊടുത്താൽ ബാക്കി 40 സീറ്റും UDF പിടിച്ചടക്കുമെന്ന് വരുമ്പോൾ ബാക്കി അവർക്ക് വേണ്ടത് 31 സീറ്റാണ് ഭൂരിപക്ഷത്തിലേക്ക് വേണ്ടത്, അല്ലെ 30 സീറ്റാണ് ഭൂരിപക്ഷത്തിലേക്ക് വേണ്ടത്. എന്നാൽ ഈ ബാക്കിയുള്ള 100 സീറ്റിൽ 50% മേധ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60 സീറ്റ് UDF നേടുമ്പോൾ 100 സീറ്റ് ഉറപ്പാണ്. ഇതാണ് ശരിക്കും മാജിക്കൽ കണക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം പത്തനംതിട്ട, കോട്ടയം, അതേപോലെ ഇടുക്കി, ഈ ജില്ലകളിലെ അതേപോലെ വയനാട്, ഈ 4 ജില്ലകളിലും കൂടെ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 22ആണ്. ഈ 22 സീറ്റ് മിനിമം 2 സീറ്റ് പോയി കഴിഞ്ഞാൽ 20 സീറ്റും UDF നേടുമെന്നുള്ള കൃത്യമായുള്ള വിവരമാണ് പറഞ്ഞത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം 40, 20, 60 സീറ്റ് ഉറപ്പായിട്ടും ഇവിടെ കിട്ടും. അപ്പോൾ ബാക്കി എത്ര സീറ്റുകൾ വേണം? ബാക്കി സീറ്റുകൾ എന്ന് പറയുന്നത് വെറും 10 സീറ്റാണ് വേണ്ടത്. അത് 10 സീറ്റ് കൊണ്ട് ഭൂരിപക്ഷം കിട്ടും. ബാക്കി എത്ര സീറ്റ് കിട്ടും? ഈ 43ഉം 62 65 സീറ്റ്. ഈ 65 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി 75 സീറ്റിൽ പകുതി സീറ്റ് വീതം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഭൂരിപക്ഷം കിട്ടും. 75 സീറ്റിൽ 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 100 ആണ് UDFന് ഭൂരിപക്ഷം കിട്ടുക. ഇത് നമ്മൾ കാണാത്ത വലിയ തോതിലുള്ള ഒരു ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു തരംഗമാണ് UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളത്. BJP പ്രവർത്തകർ എന്തുകൊണ്ട് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഈ ഭരണം മാറണമെങ്കിൽ അടുത്ത മുന്നണി വരണം. അതിന് BJPക്ക് പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് CPM സാധാരണ പ്രവർത്തകർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത്? CPMന്റെ അണികളുടെ ആഗ്രഹം പിണറായി വിജയൻ മാറിയിട്ട് പുതിയ പ്രതിപക്ഷമായി വന്ന് CPM വലിയ തോതിൽ വളരണം എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ടോട്ടൽ 100-ൽ പരം സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് പ്രശ്നം. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ തെറ്റാണ്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിജയമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇതാണ്.